നമ്മുടെ കേരളത്തിലെ തന്നെ കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായി ഇവിടെ സുവോളജിക്കൽ പാർക്ക് തയ്യാറായി വരികയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഓരോ ഘട്ടവും പൂർത്തീകരിച്ച് പോവുക എന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്നാം ഘട്ടം നമ്മൾ തീരുമാനിച്ചിരുന്നത് 4 ആവാസ ഇടങ്ങളാണ്. ഗ്രേറ്റ് എബറീൻ, സിംഹവാലൻ കുരങ്ങിന്റെയും കരിങ്കുരങ്ങിന്റെയും കാട്ടുപോത്തിന്റെയും ആവാസ ഇടങ്ങൾ. അത് 4 നേരത്തെ തന്നെ പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ 8 ആവാസ ഇടങ്ങളാണ് കണ്ടിരുന്നത്. അതിൽ ബയോഡൈവേഴ്സിറ്റി സെന്റർ, ചീങ്കണ്ണി, കലമാൻ, പുള്ളിമാൻ, പന്നിമാൻ, കൃഷ്ണമൃഗം, പുലി, കടുവ, സിംഹം, ഇതിലെ സിവിൽ വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബയോഡൈവേഴ്സിറ്റി സെന്ററിലെ ഹാബിറ്റേറ്റിന്റെ നിർമ്മാണ ജോലികളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അത് 2025 മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തിയാകുന്ന വിധത്തിലുള്ള ഒരു വർക്കാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പാർക്കിംഗ് ഗ്രൗണ്ട് തയ്യാറാക്കി. നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ റിസപ്ഷൻ ഓറിയന്റേഷൻ കേന്ദ്രം ഏതാണ്ട് പൂർത്തീകരിച്ചു. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നത് 11 ആവാസ ഇടങ്ങളാണ്. അതിൽ ജിറാഫ്, സീബ്ര, ആഫ്രിക്കൻ മാൻ, ഒട്ടകപ്പക്ഷി, ഹിപ്പോ, ഹിമാലയൻ കരടി, സ്ലോത്ത് ബെയർ, നീലഗിരി താർ, പരുന്തുവർഗ്ഗങ്ങളുടെ പക്ഷിക്കൂട്, വർണ്ണപക്ഷികളുടെ കൂട്, കുറുക്കൻ, കാട്ടുപട്ടി, കഴുതപ്പുലി, ഇതിലെ 6 ആവാസ ഇടങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ പൂർത്തീകരിച്ചു. 3 ജനുവരിയിൽ പൂർത്തീകരിച്ചു. 2 പക്ഷിക്കൂടുകൾ നമ്മൾ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ കണ്ടിരുന്നത് 2025 മാർച്ചിൽ പൂർത്തിയാക്കും എന്നാണ് നമ്മുടെ സ്ഥിതി. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള സിവിൽ വർക്കുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 2025 മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. സൂ കോമ്പൗണ്ട് വാൾ പൂർത്തിയായി. 4 കിലോമീറ്റർ ദൂരമുള്ള സർവീസ് റോഡ് പൂർത്തിയായി. സന്ദർശക പാത 6 കിലോമീറ്റർ പൂർത്തിയായി. ജലശുദ്ധീകരണ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. വൈദ്യുതി സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തു. ജലവിതരണത്തിന്റെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ പൂർത്തിയാക്കി. വൈദ്യുത വിതരണത്തിന്റെ 95% അവസാനിപ്പിച്ചു. സോളാർ പ്ലാന്റ് 290 kBp ഉള്ള ഒരു സോളാർ പ്ലാന്റാണ് ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ആഗ്രഹം വെച്ച് പുലർത്തിയിട്ടുള്ളത് സിയാലിൽ ഇപ്പോൾ കാണുന്നത് പോലെ കേരളത്തിൽ ആദ്യമായി ഒരു വിമാനത്താവളം പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പരമാവധി സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കായി ഇതിനെ മാറ്റണം എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതിന്റെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഹോസ്പിറ്റൽ കോംപ്ലക്സ് 9 സ്ഥാപനങ്ങൾ 9ഉം പൂർത്തിയാക്കി അതിന്റെ പ്രവർത്തന നടപടികൾ ആരംഭിച്ചു. സീവേജ് ട്രീറ്റ്മെന്റ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന ജോലികൾ നടന്നു വരിക. ആകെ 9 സോണുകളാണുള്ളത്. അതിന്റെ 5 സോണുകൾ പൂർത്തിയാക്കി. ബാക്കി 2025 ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കും. ഇവിടെ നമ്മുടെ ഇപ്പോ 39 പക്ഷികളെയും 38 മാനുകളെയും മാറ്റി. സാധാരണ നിലയിൽ ആളുകൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യവും പത്രമാധ്യമങ്ങൾ ഇടക്കാലത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്ന ഒരു പ്രശ്നവും ഒക്ടോബർ 2 ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ കൂടുമാറ്റം ആരംഭിച്ച് എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു വൈകലുണ്ടാകുന്നത് എന്നത് സംബന്ധിച്ചായിരുന്നു. മാനുകളുടെ മാറ്റം ആരംഭിച്ചപ്പോൾ കുറച്ചുകൂടി കൃത്യതയോട് കൂടിയിട്ടുള്ള മാറ്റം അനിവാര്യമാണ് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. അതിനിടയിലുള്ള കാലാവസ്ഥയിൽ ഇത്തിരി സമയമെടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഏറ്റവും ആധികാരികമായിട്ടുള്ള നമുക്ക് ഒരു മൃഗശാലയിൽ നിന്ന് മറ്റൊരു മൃഗശാലയിലേക്ക് അനിമൽസിനെ മാറ്റുമ്പോൾ അതിൽ രാജ്യത്ത് തന്നെ ഉപയോഗിക്കാവുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങൾ വേണം അനിമൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് എന്നാലോചിച്ചപ്പോൾ വനം വകുപ്പ് തന്നെ നേതൃത്വം നൽകി കഴിഞ്ഞ ജൂൺ 9, 10 തീയതികളിലായി KFRയിലും ഇവിടെയുമായി ഒരു രാജ്യാന്തര ഡിസ്കഷൻ വിവിധ സൂകളിലുള്ളവരുടെ ഡയറക്ടർമാരുൾപ്പെടെയുള്ള വിദഗ്ധരുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതനുസരിച്ച് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള 7 സംസ്ഥാനങ്ങളിലെ വിദഗ്ധർ ഇവിടെ പങ്കെടുത്തുകൊണ്ട് അത് ഏതൊക്കെ വിധത്തിലാകണം എന്ന് ആലോചിക്കുകയുണ്ടായി. ഏറ്റവും പ്രയാസകരമാണ് എന്ന് ഇവർ തന്നെ പറയുന്നത് മാനുകളുടെ മാറ്റാണ്. അതിനൊരു പ്രത്യേക സൊല്യൂഷൻ തന്നെ കണ്ടെത്തണം എന്നാലോചിച്ചു. അപ്പോൾ വളരെ ശ്രമകരമായിട്ട് ആ പരിശ്രമം നടത്തുന്നതിന് വേണ്ടി ബോമ എന്ന് പറയപ്പെടുന്ന വളരെ അപൂർവമായി ഇന്ത്യയിൽ തന്നെ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു മാർഗം ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചു. അത് ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ചു. അതൊരു ശ്രദ്ധേയമായിട്ടുള്ള സംവിധാനമാണ്. മാനുകൾ പോലും അറിയാതെ കൗളുകൾ ഉൾപ്പെടെ ഉണ്ടാക്കി അവരെ വളരെ മനോഹരമായി യാത്രാവാഹനത്തിലേക്ക് കയറുമ്പോഴോ ഇവിടെ തിരിച്ചിറങ്ങുമ്പോഴോ കൂടുകളിലേക്ക് പോകുമ്പോഴോ
ഏതെങ്കിലും വിധത്തിലുള്ള മാനസിക സമ്മർദ്ദമില്ലാത്ത വിധത്തിൽ പോരാൻ കഴിയുന്ന ബോമ എന്ന രീതി അവലംബിച്ച് ഉള്ള ഒരു സംഭവമാണ് നടത്തിയത്. അവിടെ നടന്ന സെമിനാറിൽ കണ്ട ഒരു കാര്യം, കൂട്ടത്തോടെ ആനകളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നാൽ 20 to 30% ആളുകൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോമ രീതി പരീക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 38 മാനുകളെ നമ്മൾ ഇവിടേക്ക് മാറ്റുകയുണ്ടായി. 39 പക്ഷികൾ ഉൾപ്പെടെ, 2 ഒഴികെ ബാക്കിയെല്ലാം സുരക്ഷിതമായി നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. അവരിനി പുതിയ സ്ഥലവുമായി പരിചയപ്പെടുകയാണ്. ഇവിടെ സുവോളജിക്കൽ പാർക്ക് ധൃതി പിടിച്ച് തുറക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രശ്നവും അതാണ്. ഇപ്പൊ നിങ്ങൾ മാനുകളുള്ള കേന്ദ്രം എല്ലാ ചാനലുകളുടെയും ക്യാമറാമാൻമാർ വളരെ ശ്രദ്ധയോടെ ഒപ്പിയെടുക്കുന്നത് ഞാൻ കണ്ടു. നേരത്തെ തൃശൂർ മൃഗശാലയിൽ നിങ്ങളത് കണ്ടു കാണും. തൃശൂർ മൃഗശാലയിൽ ഏറ്റവും സൗകര്യമുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ മിനുസമായിട്ടുള്ള സമതലത്തിലാണ് മാനുകൾ നടന്നിരുന്നത്. അതിൽ നിന്ന് ഇങ്ങോട്ട് കാടിന്റെ സ്വഭാവമുള്ള വിധത്തിൽ പാറകളിൽ തട്ടിയും മുട്ടിയും നടന്നും ഒക്കെ പരിശീലിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്തായാലും തൃശൂർ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളും 2025 മാർച്ച് മാസത്തോടെ പൂർണ്ണമായും പുത്തൂരിൽ എത്തിച്ചേരും. 2025 ജൂൺ മാസം വരെയുള്ള സമയമാണ് നമ്മൾ ഇന്ത്യയിലെ മറ്റു മൃഗശാലകളിൽ നിന്നുള്ള മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള സമയമായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ കരടികളുണ്ട്, കഴുതപ്പുലിയുണ്ട്, കാട്ടുപട്ടിയുണ്ട്, തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് കൊണ്ടുവരേണ്ട കാട്ടുപോത്തുകളുണ്ട്, നെയ്യാറിൽ നിന്ന് കൊണ്ടുവരുന്ന ചീങ്കണ്ണിയുണ്ട്, വിവിധ ഇനം പക്ഷികളുണ്ട്, എരവിപുരം പാർക്കിൽ നിന്ന് കൊണ്ടുവരേണ്ട വരയാടുകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മൃഗങ്ങളെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതുൾപ്പെടെ മെയ് അവസാനത്തോടെ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് മറ്റു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. വിദേശത്ത് നിന്ന് വരുന്ന 4 മൃഗങ്ങൾക്ക്, അതായത് ജിറാഫ്, സീബ്ര, ആഫ്രിക്കൻ മാൻ, അനാക്കൊണ്ടയുടെ കാര്യത്തിൽ കുറച്ചുകൂടി, അനാക്കൊണ്ടയും വിവിധ ഇനം പക്ഷികളുടെയും കാര്യത്തിൽ കുറെ കൂടി വേഗതയിൽ ധാരണയുണ്ടാക്കാൻ നമ്മൾ നേരത്തെ ക്ഷണിച്ച ഇഒയുടെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അനാക്കൊണ്ട വേണമെങ്കിൽ 2025 ഒരു മെയ് മാസത്തിനൊക്കെ ഉള്ളിൽ നമുക്ക് വരാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു വിവിധ ഇനം രാജ്യാന്തര പക്ഷികളും അങ്ങനെ എത്തിച്ചേരും. എന്നാൽ ജിറാഫ്, സീബ്രയ്ക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറും സമയവും ഉണ്ടാക്കാനുള്ള സാഹചര്യം വേണം. ഏതാണ്ട് 2025 ഓഗസ്റ്റ് മാസത്തിലൂടെ ഇത് പൂർണ്ണമായി രാജ്യാന്തര തലത്തിലുള്ള മൃഗങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്രയേറെ നേരം വിദേശത്തു നിന്നുള്ള മൃഗങ്ങൾ വരുന്ന നേരം വരെ നമ്മൾ കാത്തിരിക്കുന്നില്ല. അത് ഇതിന് ഇടയിലൊരു പ്രക്രിയയുടെ ഭാഗമായി നമുക്ക് വന്നുചേരാൻ ഇടയുള്ള സൗകര്യങ്ങളാണ്. നമുക്ക് അധികമായിട്ടുള്ള മൃഗങ്ങൾ വരും. ഇപ്പൊ ഉദാഹരണത്തിന് മാനുകൾ 191 എണ്ണം ഇപ്പോ തൃശൂർ മൃഗശാലയിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ 3 കൂടുകൾക്കും വേണ്ടി സെൻട്രൽ സൂ അതോറിറ്റി പറയുന്നതും ജോൺ കോയിന്റെ ഡിസൈനിൽ രേഖപ്പെടുത്തിയതും ഒക്കെയായി നമുക്ക് അതിന്റെ സ്ഥലവും സാധ്യതകളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 60 മാനുകൾ മതി 3 കൂട്ടിലേക്കുമായിട്ടെന്നാണ് പൊതുവായി കാണുന്നത്. കുറച്ചുകൂടി കൂട്ടാമോ എന്ന കാര്യവും നമുക്ക് നോക്കാവുന്നതാണ്. എന്നാൽ ബാക്കി വരുന്ന മാനുകൾ അതിന് നമുക്ക് ഒരു രാജ്യത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തുമുള്ള ഒരു പൊതു പോളിസി സൂ സഫാരിയാണ്. സൂവും സഫാരിയും രണ്ടും കൂടി ചേർക്കണം. ഞങ്ങളിപ്പോ നമ്മുടെ കരിങ്കുരങ്ങിന്റെയും അതുപോലെ തന്നെ ഈ മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ നമ്മൾ കണ്ടിരുന്ന എലിവേറ്റഡ് പാത കണ്ടതിന് ശേഷം തിരിച്ചു പോയപ്പോ സിംഹവാലൻ കുരങ്ങിന്റെ ഏതാണ്ട് ആവാസ ഇടത്തിന്റെ പുറകിലായി വരുന്ന പോയിന്റിൽ നിന്നാണ് പുതിയതായി നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുള്ള സഫാരി പാർക്കിലേക്കുള്ള എൻട്രൻസ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അധികമായി വരുന്ന മാനുകൾ ഈ എൻട്രൻസിൽ തന്നെ ഒരു 2 ഏക്കർ സ്ഥലമെടുത്ത് അവിടെ ഹോൾഡ് ചെയ്യാം എന്നാണ്. അവരെ കാട്ടിലേക്ക് വിടുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള പരിശ്രമമായിരിക്കും. കാരണം മൃഗശാലയിൽ പരിചയിച്ചു പോകുന്ന ആളുകളാണ്. അപ്പൊ അവിടെ ഹോൾഡ് ചെയ്യാം എന്ന വിധത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും അറ്റം പോകും വരെയുള്ള ദൂരം നാട്ടുപാത തന്നെ തയ്യാറാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ സഫാരി പാർക്കിനുള്ള DPR, ഇപ്പോഴത്തെ മൃഗശാല DPRനോടൊപ്പം ഇല്ല, ആ DPR പ്രത്യേകമായിട്ട് തയ്യാറാക്കുകയാണ്. ആ DPR തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് സഫാരി പാർക്കിനുള്ള DPRന്റെ എസ്റ്റിമേറ്റ് കിഫ്ബിക്ക് സമർപ്പിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം കിഫ്ബി വലിയ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ
കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച സംഖ്യയിൽ 212,38,00,000 രൂപ ചെലവഴിച്ചൊരു പ്രോജക്റ്റ് ആയിരിക്കും ഇത്. ബാക്കി ഇനി ബില്ല് കൊടുക്കുന്നതിനനുസരിച്ച് പുരോഗതി ഉണ്ടാവും. ഇത്രയധികം പണം വളരെ കുറഞ്ഞ കാലം കൊണ്ട് ചെലവഴിച്ചൊരു അനുഭവം നമുക്കില്ല. പ്ലാനിൽ തന്നെ 39 കോടിയും ഇതിന് പുറമെ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗതയിൽ അത് പോകുന്നത് കൊണ്ട് കിഫ്ബിക്ക് കൂടി ഇഷ്ടപ്പെട്ട കേരളത്തിലൊരു പ്രധാനപ്പെട്ട വർക്ക് എന്ന നിലയിൽ സഫാരിയുടെ എസ്റ്റിമേറ്റ് കൂടി 2025 തന്നെ DPR തയ്യാറാക്കി നമുക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ അതിനു മുമ്പ് ഞാനിപ്പോൾ വനം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ ഇതെല്ലാം പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാൻഡ്സ്കേപ്പിങ്ങും നമ്മൾ നട്ട ചെടികളുമൊക്കെ വൃക്ഷങ്ങളായിട്ട് മാറിയിട്ടുള്ള അനുഭവമുണ്ട്. ഇപ്പോൾ ഈ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പുത്തൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുത്തൂർ ഹെവൻ എന്ന് വിളിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പാറക്കെട്ട് അതിനകത്തുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ ഫോറസ്റ്റ് ആലോചിച്ച് നമ്മുടെ സഫാരി പൂർണ്ണമായി വരുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരുന്നതിൽ ട്രക്കിങ്ങിൽ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നെ വനം വകുപ്പിന്റെ കൂടി അസിസ്റ്റൻസോട് കൂടി ഒരു സഹായം തീരുമാനിച്ച് അവിടേക്കുള്ള ട്രക്കിംഗ് സാധ്യത കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ സൂയിൽ വരുന്നവർക്ക് ഇക്കാര്യങ്ങളൊക്കെ കാണുന്നതോടൊപ്പം ഒരു കാട്ടിനുള്ളിലെ മനോഹാരിതയും ആ പാറക്കെട്ടും അതിന്റെ ഹെവൻ എന്നാണ് പേര് തന്നെ, ആ മനോഹരമായിട്ടുള്ള അന്തരീക്ഷവും ഒക്കെ കാണാനുള്ള അവസരം കൂടി കൊടുക്കാം എന്ന് കരുതുകയാണ്. കോൺക്രീറ്റ് ആയ ഒരു തീയതിയിലേക്കല്ല, പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിന്റെ ആവാസ ഇടങ്ങളിൽ കൃത്യമായി താമസിക്കാനുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി 2025 സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി 2025 മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ ഇങ്ങോട്ട് എത്തിക്കലും പൂർണ്ണമാക്കി നമുക്ക് 2025 തന്നെ, ഞാനൊരു കൃത്യമായ തീയതി പറയുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി ആലോചിച്ച് നമുക്കൊരു കൃത്യമായി 2025 തന്നെ സകല സംവിധാനങ്ങളോടും കൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത്. എല്ലാവിധത്തിലുള്ള കാടിന്റെ സൗരഭ്യവും പാരമ്പര്യവും അതിന്റെ കുളിർമയും നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഡ്രാമുകൾ, അവിടെ സഞ്ചരിക്കാൻ ഇപ്പോൾ മിനി ബസ് തന്നെ പോകാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി. പ്രായമായ ആളുകൾക്ക് കൂടി കാണാൻ, ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്കുമൊക്കെ സുവോളജിക്കൽ പാർക്കിന്റെ അനുഭവങ്ങൾ കാണാൻ അവർക്ക് കൂടി അവസരം ഉണ്ടാക്കുന്ന വിധത്തിൽ എല്ലാവരെയും ഇൻക്ലൂസീവായിട്ടായിരിക്കും നമ്മുടെ സൗകര്യം ഒരുക്കുക. ആ വിധത്തിൽ ശ്രദ്ധേയമായ ഒരു പരിപാടിയിലേക്ക് കിടക്കും. നിങ്ങൾ ഇന്ന് കണ്ടതുപോലെ 2025 തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് നമുക്ക് കടക്കാൻ വേണ്ടി കഴിയും. പുത്തൂരും അതിന്റെ ഭാഗമായി ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതുപോലെ 15 മീറ്റർ വീതിയിൽ ഭൂമിയെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു. സമാന്തര പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണം നാളെ ഔപചാരികമായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ആരംഭിക്കാൻ പോകുന്നു. നഗരസദൃശ്യമായിട്ടുള്ള ഒരു നാടായി പുത്തൂർ മാറുമ്പോഴും അതിന്റെ ഗ്രാമീണ ഭംഗി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ടൂറിസ്റ്റ് വില്ലേജായി, നേരത്തെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഇവിടെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ ഒരു ടൂറിസ്റ്റ് വില്ലേജായി പുത്തൂരിനെ പരിവർത്തനം ചെയ്യാൻ കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റം ഉണ്ടാകാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഏറെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളൊരു അനാവശ്യമായ ധൃതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആർഭാടമോ മാമാങ്കമോ നടത്താതെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് സുവോളജിക്കൽ പാർക്ക് തുറന്നു കൊടുക്കുക എല്ലാവർക്കുമായി എന്ന കാഴ്ചപ്പാടിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അനുവദിക്കപ്പെട്ട സംഖ്യയും നിർമ്മാണിക്കപ്പെട്ട സംവിധാനങ്ങളുടെയും ഒക്കെ വിവരം നമുക്ക് എല്ലായിടത്തു നിന്നും കിട്ടുമല്ലോ. അപ്പൊ അത് വെച്ച് നോക്കിയാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ 2018 പ്രളയത്തിന് തൊട്ടു മുമ്പാണ് നമ്മൾ ഈ നടപടിക്ക് കടന്നത്. 2018 പ്രളയം, 2019 പ്രളയം, ജോലിക്കാരെ തന്നെ ഓടിപ്പിച്ച 2020 കോവിഡ്, ഇതെല്ലാം ഈ ഇടക്കാലത്ത് നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടും സാമാന്യം കൃത്യതയോടുകൂടി ടൈം ടേബിൾ അനുസരിച്ച് ആ പരിപാടിയിലേക്ക് പോകും. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ, നിർദ്ദേശിച്ചതുപോലെ ഇനി മുതൽ എല്ലാ മാസവും ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട ആളുകളുടെയും യോഗം ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് നിശ്ചിതമായൊരു തീയതി, നേരത്തെ നമ്മൾ എല്ലാ ആഴ്ചയും ചേരാറുണ്ട്, പിന്നെ ആ നടപടിക്രമങ്ങൾ അങ്ങ് പോയി. ഇനിയിപ്പോൾ ഇന്ന് അവലോകന യോഗത്തിൽ, ഉന്നതതല യോഗത്തിൽ ആലോചിക്കുന്നത് പോലെ മാസത്തിൽ ഒരു ദിവസം ജനുവരി മുതൽ മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് തുറന്നു കൊടുക്കും വരെ എല്ലാ മാസവും ആ യോഗങ്ങളിലേക്കും വിശകലനത്തിലേക്കും പോകും.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിഞ്ഞല്ലോ പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചു. കേരളം വിശദ നിവേദനം നൽകിയത് നവംബർ 13 മാത്രം. അല്ല, നമ്മൾ ഇത് കഴിഞ്ഞില്ലേ? ആ പറഞ്ഞ കാര്യം മറുപടി ഇത് എന്തെങ്കിലും അല്ല, ഇതിലൊന്നുമില്ല. നമ്മുടെ പാർക്കിൻ്റെത് കഴിഞ്ഞല്ലോ. ശരി. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ്, ഞാനൊരു ആഭ്യന്തരമന്ത്രിയോടൊന്നും ഇവിടെ വെച്ച് ഏതെങ്കിലും വിധത്തിൽ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും കേരളം ചൂരന്മല നമ്മുടെ ഭാഗത്തുണ്ട്, നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടും വേറെ വാശിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അവിടെ നിന്ന് തന്നെ നിർദ്ദേശിച്ചതുപോലെ ഓഗസ്റ്റ് മാസം അവർ തന്നെ പിന്നെ മറുപടികളിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മെമ്മോറാണ്ടം കേരളം കൊടുത്തു കഴിഞ്ഞു. ആ മെമ്മോറാണ്ടം തെറ്റായി കരുതിയാണ് നിങ്ങൾ ചാനലുകൾ കേരളം കുഴിവെട്ടിയതിന് കാശ് എഴുതിയെടുത്തു എന്നൊക്കെ പറയുന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചത്. അപ്പൊ ആ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണല്ലോ. എല്ലാ ചാനലുകളിലും 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കൊടുത്തത് ഒരു മെമ്മോറാണ്ടമാണ് എന്ന് ഏറ്റുപറയുകയും ചെയ്തു. അതുകൊണ്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. 1202 കോടി രൂപയുടെ നഷ്ടമുണ്ടായാൽ നഷ്ടം എത്ര എന്ന ചോദ്യത്തിന് മറുപടിയായി ഇവിടെ സന്ദർശിച്ച IMCTയുടെ മുമ്പാകെ, ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിന്റെ മുമ്പാകെ 1201 കോടി രൂപയുടെ നഷ്ടം കാണിച്ചുകൊണ്ട് നഷ്ടം നടന്നതും ഉണ്ടാകാൻ പോകുന്നതും ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന തലക്കെട്ടോടുകൂടി ഓരോ ഹെഡിങ്ങും തിരിച്ച് 1201 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന്റെ കണക്ക് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കൊടുത്തത് എന്താണ്? രണ്ടാമത് കൊടുത്തത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ആണ്. അതായത് ആഗസ്റ്റ് 14-ാം തീയതി മാത്രം ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഉണ്ടാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞു. അതാണ് പിന്നീട് രണ്ടാമതായി കൊടുക്കാൻ പറഞ്ഞത്. കേരളത്തിന്റെ പ്രശ്നം എന്താ? കേരളം ആദ്യം കൊടുത്ത നിവേദനത്തിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. കേരളം പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന്, കേരളത്തിൽ നടന്ന ഈ ദുരന്തത്തെ L3 പ്രകാരം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽ പെടുത്തണം. IMCT പരിശോധിച്ചാൽ IMCT ഓഗസ്റ്റ് 10ഉം 11ഉം തീയതികളിൽ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ കണ്ട് കാര്യങ്ങൾ ആലോചിച്ച് മന്ത്രിതല ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് IMCT ഓഗസ്റ്റ് 10ഉം 11ഉം കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചുപോയതാണല്ലോ. L3യിൽ പെടുത്തണം, ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ. അതിന് വേറെ വലിയ മെമ്മോറാണ്ടത്തിന്റെ ഒന്നും കാര്യമില്ല. L0, L1, L2, L3 ഈ 4ലേ പെടുത്താനാകൂ. L0 ലോക്കൽ ദുരന്തം, L1 ഒരു ജില്ലയ്ക്കകത്ത് കൈകാര്യം ചെയ്യാവുന്ന ദുരന്തം, L2 ഒരു സംസ്ഥാനത്തിനകത്ത് കൈകാര്യം ചെയ്യാവുന്ന ദുരന്തം, L3 സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാവുന്നതിനേക്കാൾ ഉയർന്ന തലത്തിൽ രാജ്യതലത്തിൽ ഇടപെടേണ്ട ദുരന്തം. ആ L3 ആയി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതിന് 4 മാസക്കാലമായിട്ടും ഒരു മറുപടിയില്ല. രണ്ടാമത്തെ കാര്യം, മേപ്പാടിയിലെ 10, 11, 12 വാർഡുകളിൽ ഈ ദുരന്തബാധിതരായ ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം സെക്ഷൻ 13 പ്രകാരം ദേശസാൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ ഗവൺമെന്റ് കടങ്ങൾ എഴുതി തള്ളണം. കേരളത്തിന് ചെയ്യാവുന്ന 2 കാര്യമാണ്. ഒന്ന്, സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക, ബാങ്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക, SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. അത് നമ്മൾ ചെയ്തു. കേരളത്തിന് പിന്നെ എഴുതി തള്ളാവുന്ന ഒറ്റ ബാങ്കേ ഉള്ളൂ, അത് കേരള ബാങ്ക്. ആ കേരള ബാങ്കിലെ 6 കോടി രൂപയും എഴുതി തള്ളി. അപ്പോ ദേശീയ ഗവൺമെന്റിന് കടങ്ങൾ എഴുതി തള്ളാൻ സെക്ഷൻ 13 പ്രകാരം അവസരമുണ്ടായത് ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം അഡീഷണൽ അസിസ്റ്റൻസ് ആണ്. 1202 കോടി നഷ്ടമുണ്ടായ കേരളത്തിൽ ഹിമാചലിലും ത്രിപുരയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുത്തതുപോലെ കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17-ന് കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? ആ മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിവേദനത്തിന്റെ റിമൈൻഡർ കൊടുത്തല്ലോ, പരിശോധിക്കാം എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? അതിനുശേഷം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിന് അയച്ച എല്ലാ കത്തിലും ആ കാര്യം പരിശോധിച്ചു വരികയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു മെമ്മോറാണ്ടം ഉണ്ടല്ലോ. രണ്ടാമത് ഇവിടെ പിന്നെ അഞ്ജുരാജ് ചോദിച്ചത് പോസ്റ്റ് PD തന്നെയാണ്, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്. അത് ആവശ്യപ്പെട്ടതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ.
അത് കൊടുക്കുമ്പോൾ സമഗ്രമായി വേണം. ഇനി പുനരുദ്ധരിക്കാനുള്ള വീടുകൾ, നിർമ്മാണം നടത്തേണ്ട ഭൂമി, അതിന് ചെലവാകുന്ന പണം, ഇവിടെ ഓരോ കാര്യത്തിലും ഇനി പുനർസൃഷ്ടിക്കാനുണ്ടാകുന്ന പണം, അതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം കൊടുത്ത നിവേദനത്തെക്കുറിച്ചും നിവേദനത്തിലെ 3 പ്രധാനപ്പെട്ട കേരളത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ തിരിച്ചു ചോദ്യം. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ? അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന തെറ്റ്, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നതിന്റെ ഭാഗമായി ചൂരൽമലയിൽ ദുരന്തത്തിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി എന്ന് പേടിക്കുന്ന ദുരന്ത ബാധിതരായ ആളുകളോട് ഞങ്ങൾ പറയട്ടെ, ഇനി ഒന്നും തന്നില്ലെങ്കിലും അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി കേരളത്തിലെ ഗവൺമെന്റ് ജനകീയമായ ഇടപെടലുകളോടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു മനസ്സായി നിന്ന് പുനരധിവസിപ്പിക്കും. ആ തയ്യാറെടുപ്പിലും ധൈര്യത്തിലും തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ കളമ്പില്ല. രേഖകൾ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും.